ഹായ്. അപ്പോൾ ഇപ്പോൾ രാത്രി 12 മണി. ഇത് മെയിൻ റോഡാണ്, കേശവദാസപുരം പോകുന്ന മെയിൻ റോഡ്. എനിക്കിപ്പോൾ അടുത്ത ഓർഡർ അടിച്ചു. 12 മണിയായപ്പോൾ 70 രൂപ വരെ ഓർഡറാണ് ഇപ്പോൾ അടിച്ചത്. ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്, ബുള്ളറ്റാണെന്ന് തോന്നുന്നു. അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. പോട്ടെ. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയ പേയ്മെൻറ്റ് 1312 രൂപ. ഞാൻ ടോട്ടൽ 19 ഓർഡർ എടുത്തു. ഇന്ന് നമുക്ക് ഫുൾ അടിക്കണമെന്നുണ്ടെങ്കിൽ 23 ഓർഡർ എടുക്കണം. 23 എടുത്തു കഴിഞ്ഞാൽ 575 കിട്ടുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ 1 to 2, 12 to 1 എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഓർഡറിലേക്ക് പോകാം. അപ്പോൾ ബൈ. അപ്പോൾ എഗെയിൻ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് 1-2 സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഫുൾ ടൈം കാർഡ് കിട്ടിയ പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഇറങ്ങുന്നത്. കാരണം ഒന്നാമത്തെ വീഡിയോയും ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്തേക്കാം. കാരണം എനിക്കത് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. കാരണം വന്നപ്പോൾ ലേറ്റായിപ്പോയി. ഇന്നലെ ഒരു 12:30-1 മണിയൊക്കെ ആയപ്പോൾ വന്നപ്പോൾ ഞാൻ കിടന്നു. എനിക്ക് ഉറക്കം വന്നുകൊണ്ട്. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും മണി 2:30 കഴിഞ്ഞു. സോ മണി 3 കാരണം ഇന്ന് ഫുൾ ടൈം കാർഡിൽ ഞാൻ ഫുൾ അടിച്ചു. സോ ഫുൾ അടിച്ചതിൻ്റെ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. കാരണം ഫുൾ ടൈം കാർഡ് കിട്ടിയ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫുൾ ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. 2 മണി വരെ എടുത്ത് 23 ഓർഡറും 575 രൂപ ടാർഗറ്റും അച്ചീവ് ചെയ്തു. അതെന്തോ ദൈവഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതായത് ഇന്ന് ലാസ്റ്റ് മൊമെൻറ്റ്സിലാണ് എനിക്കെല്ലാം കിട്ടിയത്. അതായത് വൈകുന്നേരം ഇറങ്ങിയതാണ്. ഉച്ചയ്ക്കൊരു 7 ഓർഡറിൽ നിർത്തിയതാണ്. ബാക്കി മൊത്തം വൈകുന്നേരമാണ്. വൈകുന്നേരം കുറേ ചെറിയ ഓർഡേഴ്സ് കണക്ട് ചെയ്ത് കിട്ടി. ഇന്ന് ഞാൻ ഈ പറയുന്ന വിളക്കെട്ടിൻ്റെ ഇടയിലൊന്നും പെട്ടില്ല. പക്ഷേ ഇന്നലെ ഫുള്ള് പെടലായിരുന്നു. ഇന്നലെ 16 ഓർഡർ എടുത്തപ്പോൾ തന്നെ രാത്രി 12 മണിയായി. കാരണം ഫുള്ള് വിളക്കെട്ടായിരുന്നു ആറ്റുകാല് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഉത്സവം നടക്കുന്നതുകൊണ്ടും പൊങ്കാല ഇനി മറ്റന്നാൾ 13-ാം തീയതി ആയതുകൊണ്ടും ഫുള്ള് ഇത് നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. ഇന്ന് പിന്നെ ഭാഗ്യം ഇവരെന്നെ കുറവങ്കോണം ഭാഗത്തിട്ട് കറക്കി പിന്നെ നെടുമങ്ങാട് ഇന്ന് കൊണ്ടെത്തിച്ചു. അത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ നെടുമങ്ങാട് ജംഗ്ഷനിലുള്ള നെടുമങ്ങാട് KFC ഓർഡർ എടുക്കുന്നത്. അതൊന്നും എൻ്റെ സോണല്ല. പക്ഷേ രാത്രി ആയപ്പോൾ ആൾക്കാരില്ലാത്തതുകൊണ്ട് നെടുമങ്ങാട് KFC എനിക്ക് ഓർഡർ അടിച്ചിരിക്കുന്നു. എറൗണ്ട് പേരൂർക്കട കഴിഞ്ഞ് കുറച്ച് അപ്പോഴത്തേക്ക് പിന്നെ അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ചു, ഈശ്വര വല്ല പൊൻപൊടിയോ പാലോടോ ഒക്കെ ആണെങ്കിൽ പടിയാണ്. രാത്രി അതും 11:30-12 മണി. ഒടുക്കം എന്തോ ഭാഗ്യത്തിന് വട്ടിയൂർക്കാവ് കിട്ടി. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നു. വട്ടിയൂർക്കാവ് എത്തിയപ്പോൾ നമുക്ക് പിന്നെ CNG വട്ടിയൂർക്കാവ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ CNG അടിച്ചു നേരെ ഇഞ്ഞ് വന്നു. പിന്നെ ആസ് യൂഷ്വൽ ബാക്കി 12 to 1, 1 to 2 കൂടെ നിന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഒരു തട്ട് ദോശയൊക്കെ കഴിച്ചിട്ട് വന്നു. ഇവിടെ കരമന ഒരു കടയുണ്ട്, തട്ട് ദോശ രാത്രി രാവിലെ 4 മണി വരെ ഉള്ളത്. കുഴപ്പമില്ല. അപ്പോൾ അത് കഴിച്ചു. ഞാനിന്ന് ബിരിയാണി വാങ്ങിയില്ല. കാരണം എല്ലാ ദിവസവും ബിരിയാണി വാങ്ങിച്ച് കഴിച്ചാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് പിന്നെ ആസ് യൂഷ്വൽ നോർമൽ ഈ പറയുന്ന തട്ട് ദോശയും കഴിച്ചു. നേരെ ഇപ്പോൾ വീട്ടിൽ വന്നു. ഇപ്പോൾ മണി 2 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക് ഡൗണിലോട്ട് കിടക്കാം. പുതിയ ഓഫേഴ്സൊക്കെ നമുക്ക് നാളെയും മറ്റന്നാളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
ട്യൂസ്ഡേ ഓഫർ ഇങ്ങനെ ഫുൾ അടിച്ചത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഈ വ്യൂ ഡീറ്റെയിൽസിൽ പോയിട്ട് ഈ 575 ഈ 23-ൽ 575 അടിച്ച ഫുൾ ടൈം കാർഡിൽ ഫുൾ അടിക്കണം കാണുമ്പോൾ തന്നെ ഒരു രസമാണ്. നമുക്ക് ഇങ്ങനെ ഓടാൻ തോന്നും. ഒരു നല്ലൊരു ത്രില്ലാണ്. കാരണം ത്രില്ല് മീൻസ് അങ്ങനെ ഓടാനായിട്ടൊരു നമുക്കൊരു മോട്ടിവേഷൻ വരും ഈ ഫുൾ അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിലേക്ക് നോക്കാം. ഇത് രാത്രി മാത്രം ഓടിയ പേയ്മെൻറ്റാണ്. അതിൽ 160 രൂപ ഈ പിറ്റേ ദിവസത്തെ പേയ്മെൻ്റ് ആയിട്ടാണ് ആഡ് ആവുന്നത്. ഇൻസെൻറ്റീവൊക്കെ നമുക്ക് ചൊവ്വാഴ്ചത്തെ പേയ്മെൻറ്റിൽ വരും. ഈ 160 രൂപ ബുധനാഴ്ചത്തെ പേയ്മെൻറ്റിലേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോക്കറ്റിലോട്ട് പോകാം. പോക്കറ്റിൽ 2788 രൂപ 2 ദിവസം കൊണ്ടാണ് ഈ പേയ്മെൻറ്റ്. അതായത് 1661 രൂപ നമ്മൾ ഇന്നലെ മാത്രം ഏൺ ചെയ്തു. പിന്നെ ഇത് ഈ പറയുന്ന 160 ഞാൻ ഇന്നലെ എന്ന് ഉദ്ദേശിച്ചത് ട്യൂസ്ഡേ ആണ്. തിങ്കളാഴ്ച 966 മാത്രമേ കിട്ടിയുള്ളൂ. സോ തിങ്കളാഴ്ച നമുക്ക് കഷ്ടിച്ചാണ് നമുക്ക് ആ ഒരു 16 ഓർഡർ കിട്ടിയത്. കാരണം ഫുള്ള് ബ്ലോക്കും ഉത്സവത്തിൻ്റെ കെട്ടും ഇതും എല്ലാം കൂടെ ആയപ്പോൾ മൊത്തം പണിയായി. പിന്നെ എങ്ങനെയൊക്കെയോ 16 ഓർഡർ കിട്ടി. അതുകൊണ്ട് 966 രൂപ കിട്ടി. പിന്നെ ഇത് 11-ാം തീയതി വ്യത്യാസം നോക്കുക. 16 ഓർഡറും 23 ഓർഡറുണ്ട്. 20 ഓർഡറല്ല, 23 ഓർഡർ. 3 ഓർഡർ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ 160 അവിടെ തന്നെ വരും. അതായത് 1700-ന് മുകളിൽ പേയ്മെൻറ്റ് ഒറ്റ ദിവസം കിട്ടി. ഫുൾ അടിച്ചാൽ സൊമാറ്റോയിൽ ഫുൾ അടിച്ച് ഫുള്ളായിട്ട് ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1800 മുതൽ 2000 രൂപയ്ക്കകത്ത് പേയ്മെൻറ്റ് നമുക്ക് കൈ കിട്ടും. സോ അത് ഫുൾ ഇറങ്ങി നിൽക്കണം. നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഇതിപ്പോൾ ഒരു ദിവസം നമ്മൾ ഫുൾ അടിച്ചു. ഇനി നാളെയും മറ്റന്നാളും ഫുള്ളൊന്നും നോക്കണ്ട. കാരണം പൊങ്കാല വരുന്നുണ്ട്. ഇനിയിപ്പോൾ നോക്കണ്ട. അതായത് 12-ഉം 13-ഉം ഏകദേശം പൊങ്കാല വരുന്നുണ്ട്. ശോകമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത 14 തൊട്ടാണ് ഇനി വീണ്ടും റെഗുലറായിട്ട് കറക്റ്റായിട്ട് ഓടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റേറ്റ് കാർഡ്, ഇനി പുതിയ റേറ്റ് കാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരുടെ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുള്ള റേറ്റ് കാർഡ്. അതായത് വെനസ്ഡേയുടെ സ്പെഷ്യൽ ഡിന്നർ ഓഫർ. അതായത് ബുധനാഴ്ച വൈകുന്നേരം 325 രൂപ ഡിന്നർ ഓഫർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച, അതായത് വ്യാഴാഴ്ചയാണ് നമുക്ക് പൊങ്കാല വരുന്നത്, 13-ാം തീയതി. അപ്പോൾ ആറ്റിൽ പൊങ്കാല ആവുന്നതുകൊണ്ട് തന്നെ 12-ാം തീയതി വൈകുന്നേരം തന്നെ എല്ലായിടും അടയ്ക്കും. പലയിടത്തും അടയ്ക്കും മീൻസ് ആൾക്കാർ ഫുള്ള് വന്ന് നിറഞ്ഞ് പിന്നെ നമുക്ക് നടക്കാനുള്ള ഇത് സ്പേസ് മാത്രമേ കാണുള്ളൂ. ഒരുപാടിടത്ത് ആൾക്കാർ കല്ലും ഇതുമൊക്കെ കൊണ്ട് സ്റ്റേ ഒക്കെ അടിക്കും. അപ്പോൾ ആ വഴിയിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ വൈകുന്നേരം ഉള്ളത് പോയി കിട്ടി. ഞാൻ ഈ ലഞ്ച് മാത്രം എടുക്കാനാണ് നോക്കുന്നത്. അതായത് 5 ഓർഡർ എടുക്കുമ്പോൾ 200 രൂപ കിട്ടും. മതി, എനിക്ക് അത്രയും മതി. എനിക്ക് ഈ പറയുന്ന നാളെ ഈ പറയുന്ന വൈകുന്നേരം 5 കിട്ടിയാൽ 250. അതൊക്കെ നമുക്ക് നോക്കാം. അത് ഏതെങ്കിലും ഒന്ന് മതി, ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ എൻ്റെ മെയിൻ കാർഡിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം മെയിൻ കാർഡിൽ നാളെ ഈ പറയുന്ന 16 അടിച്ചാൽ 375 രൂപ. 16 കിട്ടാൻ ഇത്തിരി പാടാണ്. 25 അടിച്ചാൽ 725 രൂപയുണ്ട്. അതായത് ഇന്ന് 23 അടിച്ച കണക്ക് 2 ഓർഡറും കൂടെ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ 725 രൂപയുണ്ട്. ഇന്നാണെങ്കിൽ 575 വരുന്നത്. അത് നേരെ 700-ലോട്ട് പോയി. ഇനി ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടൊരു ഓഫറായിട്ട് വന്നത്. പൊങ്കാലയുടെ അന്ന് നമുക്ക് എക്സ്ട്രാ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നോർമൽ റേറ്റ് കാർഡല്ല. ഈ റേറ്റ് കാർഡ് കഴിഞ്ഞ ന്യൂ ഇയറിനാണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. അത് ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 11 മണി വരെ 40 രൂപ എക്സ്ട്രാ കിട്ടും കൊടുക്കുന്ന ഓരോ ഓർഡറിനും. ഉച്ചയ്ക്ക് 11 തൊട്ട് 3 മണി വരെ 60 രൂപ എക്സ്ട്രാ കിട്ടും. പിന്നെ 3 തൊട്ട് 6 വരെ 30 രൂപയും 6 തൊട്ട് 9 വരെ 50 രൂപയും 9 തൊട്ട് രാത്രി 12 മണി വരെ 30 രൂപയും രാത്രി 12 അതായത് 11:59 മുതൽ വെളുപ്പാങ്കാലത്തെ 4 മണി വരെ 30 രൂപ. അപ്പോൾ ടോട്ടൽ ഇത് പൊങ്കാലര അന്നാണ്. സോ പൊങ്കാലര അന്ന് നമുക്ക് എങ്ങനെ പോയാലും വൈകുന്നേരം 6 മണി വരെ സിറ്റിയിലോട്ട് കയറാൻ പറ്റില്ല. കാരണം ഫുള്ള് തിരക്ക്. പിന്നെ ഫുള്ള് റോഡും അവർ ക്ലോസ് ചെയ്യും. കാരണം വണ്ടിയൊന്നും വിടത്തില്ല പൊങ്കാല സമയത്ത്. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:45 47 അങ്ങാണ്ടാണ്. അത് കഴിഞ്ഞ് ആൾക്കാരെല്ലാം സിറ്റിയിൽ നിന്ന് പോയി ക്ലീൻ ചെയ്ത് കല്ലൊക്കെ മാറ്റി കോർപ്പറേഷനൊക്കെ ഒന്ന് സെറ്റാക്കി സിറ്റി പഴയ പോലെ ആക്കുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും വൈകുന്നേരം 6 മണിയെങ്കിലും ആവും. അപ്പോൾ 6 മണി തൊട്ടുള്ളത് നമുക്ക് നോക്കാം, അല്ലാതെ നോക്കണ്ട. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ 12 PM to 2 PM 6 PM to 9 PM കമ്പൽസറി ലോഗിനാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വല്ല നെയ്യാറ്റിൻകര ഭാഗത്തോട്ട് വല്ലതും പോയി നിൽക്കാം. അവിടെ ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന പൊങ്കാലായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലമാണ്. അത് നമ്മുടെ സോണുമാണ്. അപ്പോൾ പിന്നെ ആ ഭാഗത്തോട്ട് വല്ലതും പോയി നിൽക്കാം. നെയ്യാറ്റിൻകര, ബാലരാമപുരം ആ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ 12 തൊട്ട് 2 വരെ മാത്രം നിന്ന് ഈ ഒരു പീക്ക് കവർ ചെയ്യാം. എന്നിട്ട്
ബാക്കി വൈകുന്നേരം ഇറങ്ങി ഈ പറയുന്ന 50 രൂപയും 30 രൂപയുടെ എടുക്കാം. ഇത് വേണ്ട, ഈ വെളുപ്പാങ്കാലത്തെ ഉള്ളത് വേണ്ട, ഇത് രണ്ടും ഈ 50 30 മാത്രം എടുക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഈ ഇത് വല്ലതും കിട്ടുകയാണെങ്കിൽ നെയ്യാറ്റിൻകര സോണിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 1 2 ഓർഡറിൽ അത് എക്സ്ട്രാ അത്ര തന്നെ, അത് ബോണസ് അത്ര തന്നെ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട് പൊങ്കാലരെന്ന് ഇറങ്ങാനായിട്ട്. പൊങ്കാലര തലേ ദിവസവും, അതായത് നാളെയും മറ്റന്നാളും ഇറങ്ങാനായിട്ട് എനിക്ക് എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ട്. അതനുസരിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 1000 1500 രൂപ 2 ദിവസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമുക്ക് 1500 ഒന്നും വേണ്ട, അത്ര അത്യാഗ്രഹമൊന്നുമില്ല. ഇവിടെ 2 ദിവസം കൊണ്ട് 2700 ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഒരു 1300 രൂപ അടുത്ത 2 ദിവസം കൊണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ 4000 രൂപ. അപ്പോൾ ഒരു ദിവസം കറക്റ്റ് നമ്മൾ 1000 രൂപയുടെ ലെവലിലേക്ക് നമുക്കതങ്ങ് മൂവ് ചെയ്യും ആവറേജ്. പിന്നെ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസം ഇപ്പോൾ 10000 രൂപ കഴിഞ്ഞു. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ആണ്. കാരണം ഫെബ്രുവരിയിൽ നമുക്ക് 12000 കിട്ടിയുള്ളൂ. ഇവിടെ മാർച്ചിൽ 10 ദിവസം ആയപ്പോൾ തന്നെ 10000 രൂപ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ ഫുൾ ടൈം കാർഡായി ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇറങ്ങി, അതുകൊണ്ടാണ്. കാരണം 1 2 ബ്രോസ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാസം ഫുൾ ഇറങ്ങിയാൽ നമുക്ക് എത്ര രൂപ ഇൻകം കിട്ടും എന്നൊന്ന് പറയുമോ എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കറക്റ്റ് കണക്കാക്കി നോക്കാം. കാരണം ഈ മാസം ഞാൻ ആകെ എടുത്തിട്ടുള്ള ലീവ് എന്ന് പറയുന്നത് ഈ 3 to 9 ഒരു 2 ദിവസമാണ്. കാരണം വീക്കിലി നമുക്ക് നോക്കാം, വീക്കിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 to 9 2 ദിവസത്തെ ലീവാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു 2 ദിവസം മാത്രമേ ഞാൻ കളിച്ച് ഓടിയിട്ടുള്ളൂ. അതിൽ 2 ദിവസം മാത്രം, അതായത് കളിച്ച് മീൻസ് 635 രൂപ ഇവിടെ അടിച്ചത് ഈ ഒരു ഡേറ്റിന്. അത് മാത്രമാണ് ഞാൻ കളിച്ച് ഓടിയത്. ബാക്കിയുള്ള എല്ലാ ദിവസവും അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് ഓടിയത്. ഇപ്പോൾ ഈ ഒരു ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡേറ്റിൽ എല്ലാം 1000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 2 ദിവസം ലീവ് എടുത്തിട്ടും ഇന്ന് 12-ാം തീയതി ആകുമ്പോൾ 10000 രൂപ പേയ്മെൻറ്റ് വന്നിട്ടുള്ളത്. കാരണം ബാക്കി ദിവസം ഞാൻ 1000 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് കയറ്റി. ഒരു ദിവസം മാത്രമാണ് ഈ 635 വന്നത്. അത് കഴിഞ്ഞ ഞായറാഴ്ച, അത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉറങ്ങിപ്പോയി, അങ്ങനെ ഒരു പണി കിട്ടിയതാണ്. അല്ലായിരുന്നെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ലാതെ ഞാൻ ഏൺ ചെയ്ത് തന്നെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.